ഹലോ ഫ്രണ്ട്സ്, മംസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ കുറേ ദിവസമായില്ലേ നമ്മൾ വലിയൊരു വ്ളോഗൊക്കെ എടുത്തിട്ട്. വലിയൊരു വ്ളോഗൊന്നും അല്ല കേട്ടോ, പ്രതീക്ഷിക്കുന്ന പോലെ അത്ര വലിയൊരു വ്ളോഗൊന്നും അല്ല, ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ കുറച്ച് പാചകവും ക്ലീനിങ്ങും ഒക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ കായും പയറും കൊണ്ടുള്ള ഉപ്പേരിയാണ്. അപ്പോൾ തലേന്ന് തന്നെ കൂട്ടാൻ കഷ്ണങ്ങളൊക്കെ നുറുക്കി വെച്ച് നമ്മൾ സമയമൊക്കെ നല്ലോണം സേവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾക്ക് അടുക്കളയിലെ ജോലികളൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ കഴിയുന്നത്. അങ്ങനത്തെ ചെയ്ത് തീർത്തെങ്കിൽ മാത്രമാണ് നമുക്ക് മറ്റുള്ളതിനൊക്കെ സമയം കണ്ടെത്താൻ കഴിയുള്ളൂ. നമ്മൾ അടുക്കളയിൽ എത്രത്തോളം നമുക്ക് സമയനഷ്ടമുണ്ടോ അതിനനുസരിച്ച് നമ്മൾ അങ്ങോട്ട് ടൈം പോയിക്കൊണ്ടേയിരിക്കും. നമ്മൾ അടുക്കളയിൽ ഒരു 10-10:30 വരെ അടുക്കളയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള സമയമല്ലേ നമുക്ക് ക്ലീനിങ്ങിനും വേറെയുള്ള കാര്യങ്ങൾക്കൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അടുക്കളയിലെ ജോലി ഒരു 8 മണി 8:30 കൂടിയൊക്കെ ചെയ്ത് തീർക്കാൻ നോക്കുക. അതിനായി നമ്മൾ തലേന്നേ പ്രിപ്പറേഷൻ ചെയ്ത് വെക്കണം. നാളികേരം ചിരകി വെക്കുക, കൂട്ടാൻ കഷ്ണം നുറുക്കി വെക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കുക്കറും ഒക്കെ ഉണ്ടാകും. അപ്പോൾ സൗകര്യങ്ങൾ ആധുനിക ഇത് പണ്ടത്തെ പോലെയൊന്നും അല്ലല്ലോ. ഇപ്പോൾ എല്ലാത്തിനും നല്ല സൗകര്യങ്ങളുള്ള അടുക്കളയാണ് ഇപ്പോൾ ഒക്കെ ഉള്ളത്. അപ്പോൾ വേഗം തന്നെ നമുക്ക് ജോലികളൊക്കെ ചെയ്ത് തീർക്കാൻ കഴിയും. അടുക്കളയിൽ നമ്മൾ ഒരുപാട് സമയം ഇങ്ങനെ നിന്ന് വെറുതെ ടൈം കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട് ക്ലീൻ ചെയ്യാനോ ഒന്ന് വേണ്ടതുപോലെ മറ്റുള്ളവരെ നോക്കാനോ കുട്ടികളുടെ കാര്യം നോക്കാനോ ഒന്നും നമുക്ക് സമയം കിട്ടാതെ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ സ്വന്തം കാര്യം നോക്കാൻ പോലും നമുക്ക് സമയം കിട്ടില്ല അടുക്കളയിൽ നിന്ന് ഇങ്ങനെ പണി ചെയ്തുകൊണ്ടിരുന്നാൽ. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ തലേന്നേ എല്ലാ കാര്യങ്ങളും ശരിയാക്കി വെച്ച് നമ്മൾ രാവിലത്തെ ജോലികൾ രാവിലെ എന്തായാലും എല്ലാവരും ഇപ്പോൾ 5 മണി 6 മണിയൊക്കെ ആകുമ്പോഴേക്കും എണീക്കാറുണ്ട്. ആ സമയം മതി, ഒരു 1-2 മണിക്കൂർ മതി എല്ലാ കാര്യങ്ങളും ചെയ്ത് നമുക്ക് അടുക്കളയിൽ നിന്ന് രക്ഷപ്പെടാൻ. അപ്പോൾ ചെറിയ ഉള്ളിയൊക്കെ നന്നാക്കിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പണികളൊക്കെ കഴിയും. അപ്പോൾ ഞാനിതിൻ്റെ ഇടയിലൊക്കെ ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ ഇതിൻ്റെയൊക്കെ തോല് കളഞ്ഞ് വെക്കും. അപ്പോൾ അതിനായിട്ട് പ്രത്യേകിച്ചൊരു സമയമൊന്നുമില്ല. പിന്നെ ഏട്ടനും കുറേ സഹായിച്ചു തരും. എനിക്ക് ഈ ചെറിയ ഉള്ളി നന്നാക്കി തരാനും ഒക്കെ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. അടുക്കളയിൽ ജോലികളൊന്നും വയ്യ എന്നുള്ളൂ, അല്ലാത്ത എല്ലാ ജോലികളും ഇനി സഹായിക്കാനും മക്കളും ഹസ്ബൻഡൊക്കെ ഒപ്പം ഉണ്ടാവും. അങ്ങനെയൊന്നും ഇല്ലാത്തവരും ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ജോലി പെട്ടെന്ന് ചെയ്ത് തീർക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനൊരു സമയം പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകണം. അപ്പോൾ ഇന്ന് സാമ്പാറാണ് കൂട്ടാൻ വെച്ചിരിക്കുന്നത്. കായും പയറും കൊണ്ട് ഉപ്പേരിയാണ്. അപ്പോൾ ഒരുപാട് ദിവസമായി ഞാൻ ഇതുപോലത്തെ ഒക്കെ വ്ളോഗ് ഇട്ടിട്ട് ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ട് അങ്ങനെയായിട്ട് പോവുകയാണ്. ഒന്നാമത് ഓരോരോ പ്രശ്നങ്ങളാണ്, ഫാമിലി പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമുക്കിപ്പോൾ ഇങ്ങനെ വ്ളോഗ് എടുത്തുകൊണ്ട് നിൽക്കാനുള്ള ടൈം കിട്ടാറില്ല. അപ്പോൾ ഹോസ്പിറ്റൽ കേസ് അങ്ങനത്തെയൊക്കെ വന്നതുകൊണ്ടാണ് അങ്ങനെ വ്ളോഗ് എടുക്കാതിരുന്നത്. അപ്പോൾ ഇന്ന് സാമ്പാറാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് വേഗം റെഡിയാക്കും. കുട്ടികൾക്ക് പോകാനാകുമ്പോഴേക്കും എൻ്റെ അടുക്കളയിലെ ജോലികളൊക്കെ കഴിയും. പിന്നെ ഞാൻ പുറത്ത് പോയിട്ടാണ് തിരുമ്പാറ്. പിന്നെ മുറ്റടിക്കുക, ചെടികളുടെ കാര്യങ്ങൾ, കോഴിയുണ്ട്, കോഴി വളർത്തുന്നുണ്ട്, നാടൻ കോഴികളാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളായിട്ട് എൻ്റെ ഒരു ദിവസം മുന്നോട്ട് പോകും. അപ്പോൾ നമുക്ക് നമ്മളതായ ഇഷ്ടങ്ങളും താല്പര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ മാറ്റി വെറുതെ വെക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് നമ്മളെ ഇഷ്ടങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ള എല്ലാ കാര്യങ്ങളും നല്ലതുപോലെ ചെയ്ത് തീർക്കണം. അല്ലാതെ അതിനൊക്കെ പെൻഡിങ് ആക്കി വെച്ച് നമ്മളെ കാര്യം മാത്രം നോക്കുമ്പോഴേക്കും അതും ഫാമിലി പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണമാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് കരുതിയാൽ മറ്റുള്ളവരുടെ കാര്യങ്ങളും ഭംഗിയായി നടക്കും വേണമെങ്കിൽ നമ്മളെ കാര്യങ്ങളും അതിൻ്റെ കൂട്ടത്തിൽ കഴിഞ്ഞു പോവും വേണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫാമിലിയിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ നോക്കുക. ഇപ്പോൾ ജോലിക്ക് പോകാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലത്തെ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് അങ്ങനെ അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ. വീട്ടിലെ ഓരോരുത്തരുടെ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ഫുഡ് നല്ല രീതിയിൽ മക്കൾക്കും വീട്ടിലുള്ളവർക്കൊക്കെ അത്യാവശ്യം നല്ല ഫുഡൊക്കെ നമ്മൾ കൊടുക്കാൻ നോക്കുക. സ്പെഷ്യൽ ഫുഡുകളൊക്കെ ഉണ്ടാക്കുന്നത് ഞായറാഴ്ച ദിവസങ്ങളിലോ ഒഴിവുള്ള ദിവസങ്ങളിൽ മാത്രം നോക്കുക, പരീക്ഷിക്കുക. ഒഴിവില്ലാത്ത ദിവസങ്ങളിൽ അതിനൊന്നും മെനക്കെടാൻ നിൽക്കണ്ട. അപ്പോൾ അങ്ങനെയൊക്കെ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അപ്പം ഇന്ന് ദോശയും നല്ല ഉള്ളിച്ചമ്മന്തിയൊക്കെ ആയിരുന്നു.